മോനിപ്പോ നമ്മളോട് മോന്റെ വെറുപ്പാ. കുറ്റം പറയണില്ല. മൂത്ത മോന് നോക്കണങ്ങള് ആ മോൻ ഓന് വീടും ചെയ്തത് സ്ഥലം എഴുതി വാങ്ങി നമ്മളെ പുറത്താക്കി. കുറ്റങ്ങളല്ല പറയണത്. ഇനിയിപ്പോ ആ വീട് ഓന് സ്വന്താക്കാൻ പോന്ന് അന്റത് കഴിഞ്ഞ് സ്വന്താക്കി അനുഭവിക്കാതെ പോവില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മോൾക്ക് മോളെ ഭർത്താവ് വെച്ച് മോക്ക് 2 കുട്ടികൾ പഠിക്കുന്നു. ആ അമ്മ കഷ്ടപ്പെട്ടു. അതിനും ഞാൻ എന്തെങ്കിലും സഹായിച്ചു. ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞാലാണ് ഇതൊക്കെ മനസ്സിലാവുക. അതിനൊക്കെ ഒരു ടൈമുണ്ട്. കാത്തിരുന്ന് കാണാം. എന്താ പറയുക, അതില്ലാതെ ആ വെളുക്കാണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അത് ഉണ്ടാകുമ്പോ ഒന്നും അറിയില്ല ആർക്കും. അപ്പളേ അത് കഴിഞ്ഞതിന്റെ ശേഷം അറിയുള്ളൂ. എത്ര ദയനീയാവസ്ഥയിലാണ് അതിന്റെ വാക്കുകൾ കേൾക്കണം. ആ അമ്മയുടെ വാക്കുകൾ ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് ആ പ്രായത്തിലും അധ്വാനിക്കുകയാണ്. നടക്കാൻ വയ്യ, തൈര് വിറ്റിട്ടാണ് ജീവിക്കണത്. പാവം. എന്തായാലും ദൈവം ഒരുപാട് ദീർഘായുസ് നൽകട്ടെ. രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ഇനിയും ജീവിക്കാനുള്ള ഭാഗ്യം ആ അമ്മക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനത്തെ ഗതികേടൊന്നും ഒരു അമ്മക്കും വരാതിരിക്കട്ടെ.